ഹലോ, രാവിലെ ചക്കയുടെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ചക്കയൊക്കെ ഇന്നലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത ചക്കയായിരുന്നു കേട്ടോ. നന്നായിട്ട് പ്ലാവിൽ നിന്ന് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇട്ടപ്പോൾ തന്നെ അത് അത്രയും പഴുത്തിട്ടുണ്ടായിരുന്നു. ഇടാൻ ബുദ്ധിമുട്ടായിരുന്നേ. അത് നല്ല വലിയ ചുളയുള്ള ചക്കയായിരുന്നേ. അതിൻ്റെ പ്ലാവിലെ ചക്കയുടെ ചുള എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇട്ടുമ്പോൾ നല്ല വലിയ ചുള, നല്ല വലുപ്പമുണ്ട് കേട്ടോ അതിന്. അപ്പോൾ ഫുള്ള് എടുത്ത് വെച്ചു. കളയണ്ടല്ലോ, പിന്നീട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് നമുക്കിപ്പോൾ പല്ലിയാർ വീട്ടിൽ കൊടുക്കുകയും പിന്നെ നമുക്കിവിടെ ആണെങ്കിലും പണിക്ക് ആൾ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് 10 മണിക്കോ പിന്നെ വൈകുന്നേരത്തേക്ക് എപ്പോഴെങ്കിലും കഴിക്കാനൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ചക്ക ചോള എടുത്ത് വെച്ചു. എടുക്കാൻ എളുപ്പമായിരുന്നു കേട്ടോ. വലുപ്പമുള്ളതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു ചക്കയത്തെ ചോള എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ പുഴുങ്ങാനൊക്കെ പഴുക്കാത്ത ചക്കച്ചോള പിച്ചിയെടുക്കാനായിട്ട് എത്ര എടുത്താലും ആവില്ല. വലിയ ചക്കച്ചോളയാണെങ്കിൽ ഫുള്ള് എടുക്കാൻ തോന്നും കേട്ടോ, കളയാനേ തോന്നില്ല. ഞാനിത് മൊത്തം ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ചക്കയുടെ ഉണ്ടാക്കാം. എടുത്തു വെക്കുന്നില്ല. ചക്ക ഇപ്പോൾ പഴുത്ത് നമ്മുടെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുറ്റത്തൊരു പ്ലാവുണ്ട്, അതിൽ ഈ പ്രാവശ്യം കുഞ്ഞ് ചക്കയൊക്കെയാണ്, ഒരു ഇത്രയൊക്കെ ആയിട്ടുള്ളത്. അത് ഇനി പിടിച്ച് കിട്ടുമെന്നുള്ളതൊന്നും അറിയത്തില്ല. കാരണം അത് ഈ വർഷം കായ്ക്കാൻ സാധ്യത വളരെ കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ചക്കവരട്ടി നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചധികം ചക്ക ആവാതെ ചക്കവരട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇപ്പോൾ ആദ്യമേ ഉണ്ടാവുന്ന ചക്കകളൊക്കെ എല്ലാവരും കഴിക്കാനായിട്ടും അങ്ങനെയൊക്കെ എടുക്കും. പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും ആർക്കും വേണ്ടാതാവുന്നത്. നമ്മുടെ ഇവിടെ പറമ്പുകളിലും തൊട്ടടുത്തുള്ള പറമ്പുകളിൽ നിന്നൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ ചക്ക പറിച്ചിക്കുന്നത്. പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചക്ക വരട്ടി വയ്യ ഉണ്ടാക്കി തുടങ്ങണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ. മൂത്ത ചക്കയൊക്കെ പറിച്ച് വെച്ചിട്ട് പഴുത്ത് പിന്നെ അത് ചക്ക വരട്ടണം. പറിക്കുന്ന ദിവസം കുറച്ചൊരു 10-20 ചക്കയെങ്കിലും നമ്മൾ ഇട്ട് വെച്ചാൽ ഒരുമിച്ച് നമുക്ക് പഴുത്ത് കിട്ടത്തുള്ളേ. നല്ല പഴുക്കവും വേണമല്ലോ, പഴുക്കാത്ത ചക്ക കൊള്ളത്തുമില്ല. കുരു കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. പെട്ടെന്നൊരു മഴയും പിന്നെ ഒരു ഇടിമിന്നലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ, രാത്രിയാണ് നന്നാക്കി എടുത്തത്. കുരു ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ വെക്കുക ചെയ്തേ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് റവയും വറുക്കണം, ചക്കയും നന്നാക്കി എടുക്കണം. ഇത് ചക്ക നന്നാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ചോപ്പ് ചെയ്യില്ലേ, അരയ്ക്കുമല്ല, ഒന്ന് കുറച്ച് കഷ്ണങ്ങളായിട്ടും വരുന്ന പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്ന പോലെ എടുക്കണേ. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. റവ ചട്ടി ചൂടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ റവയും കൂടെ ഒന്ന് വറുത്തെടുക്കട്ടെ. ഇത് റവ വറക്കുവാണേ. റവയൊന്ന് ചെറുതായിട്ട് കളറ് മാറില്ലേ, അത്രയൊന്ന് വറുത്ത് നന്നായിട്ട് എടുക്കണേ. കുറച്ചധികം റവയുണ്ട്, അതുകൊണ്ട് ചട്ടിയിൽ വറുക്കാൻ ഇച്ചിരി പാടാ. ഈ കുറച്ചൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ നന്നായിട്ട്. എണ്ണയിൽ എടുക്കാൻ വന്നതാണേ. റവ വറുത്തിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുക്കുന്നതിന് മുന്നടുത്ത് നമ്മൾ കുഴച്ചാൽ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പശപ്പ് പോലെ ആയിപ്പോൾ കേട്ടോ. തണുത്തിട്ട് കുഴച്ചാൽ പിന്നെ ആ ഒരു കുഴപ്പമില്ല. അപ്പോൾ റവ തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വന്നിട്ട് നമുക്ക് എണ്ണയിൽ എടുത്തിട്ട് പോകാം കേട്ടോ. എണ്ണയിൽ നല്ല ഇലയുണ്ട് ഇപ്രാവശ്യം. നമുക്കിത് ഇനി വെട്ടേണ്ടി വരും കേട്ടോ ചിലപ്പോൾ. ഇവിടുന്ന് ഈ മഴയ്ക്ക് മുന്നേ ഒന്ന് വിട്ടതാണ്, അല്ലെങ്കിൽ കാറ്റ് പിടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുക്കളയുടെ മുകളിൽ വീഴാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. ഇത് ചക്കയൊന്ന് ചോപ്പ് ചെയ്ത പോലെ എടുത്തതാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. പിന്നെ കുറച്ച് അരഞ്ഞതും അങ്ങനെയുണ്ട് കേട്ടോ. നമ്മളിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മധുരമൊക്കെ. ഒരു റവ ഇടട്ടെ. ഇത് ഉരുക്കി വെച്ച ശർക്കരയാണ്. റവ നമ്മൾ വറുത്തൂടെ ഇടുന്നതുകൊണ്ടേ അതിൽ അത്യാവശ്യം വെള്ളം വേണേ. വെള്ളമില്ലാണ്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഹാർഡായിരിക്കും. കുറച്ച് വെള്ളത്തിൽ കുഴച്ച് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ചക്കയടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റവയിൽ ഉണ്ടാക്കുന്നത്. ഇത് തേങ്ങ എടുത്തു, ജീരകവും ഏലക്കയും എടുത്തു. കുറച്ചധികം എല്ലാ സാധനങ്ങളും ഉള്ളതുകൊണ്ട് തേങ്ങയും കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇത് ചിരകിയ തേങ്ങയുണ്ട്, കൊത്തിയിട്ടേക്കുന്ന തേങ്ങയുണ്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. തേങ്ങയൊക്കെ ഇട്ട് കുഴച്ചു കേട്ടോ, മാവ് റെഡിയായി. ഇത് ഒറ്റ പ്രാവശ്യം ഒന്ന് വെച്ചാൽ ആവത്തില്ലേ. ഋഷിക്കുട്ടൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എഴുന്നേറ്റെന്ന് തോന്നുന്നു. 2 പ്രാവശ്യമായിട്ട് വെക്കേണ്ടി വരും കേട്ടോ. നമ്മുടെ അത്യാവശ്യം വലിയൊരു ഇഡലി പാത്രമാണ്. വാങ്ങിയ സമയത്ത് ആദ്യമുണ്ടായിരുന്ന ഒരു ചെറിയ ഇഡലി പാത്രമായിരുന്നു. അപ്പോൾ രണ്ടാമത് വാങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് അധികം വാങ്ങി. എന്തെങ്കിലും ഒരു ഇച്ചിരി മാവ് അധികം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഒരു ഇതിൽ എല്ലാവർക്കും കഴിക്കാനാവില്ല. അപ്പോൾ ഇത്തിരി വലുത് വാങ്ങിയ സമയം ഇച്ചിരി വലുതായിരുന്നു കേട്ടോ, കുറച്ച് അധികം വലുതായിരുന്നേ. പക്ഷെ ഇപ്പം ഉപകാരമാണ്. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തോ പാവിക്ക് വെക്കുവാണെങ്കിൽ പോലും സ്ഥലമുണ്ട്.
ഇനി പണിക്ക് ആളൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ചില ദിവസം ഇഡലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ദോശയൊന്നും എന്തായാലും എല്ലാവർക്കും രാവിലെ ഉണ്ടാക്കി കൊടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇഡലി ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ചില സമയത്തൊക്കെ നമ്മൾ ഇഡലി അല്ലെങ്കിൽ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്നു, ചക്കയുടെ അധികം ഉണ്ടാക്കാനോ, ഞാൻ ചക്കയുടെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് എപ്പോഴും വീട്ടിലവിടെ പല്ലിയറയിലേക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. ആദ്യം വാങ്ങിയ സമയത്ത് ഞാൻ വെച്ച് ഇത്രയും വലിയ പാത്രത്തിൻ്റെ ആവശ്യമുണ്ടോ, വേണോ എന്ന്. പക്ഷെ ഉപകാരമുള്ളൂ കേട്ടോ പാത്രം കൊണ്ട്. രാവിലത്തേക്കുള്ള കഴിക്കാനും നമുക്കിപ്പോൾ കഴിക്കാനുള്ളത് ആയിക്കഴിഞ്ഞാൽ അത്രയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ പയ്യെ ആയാൽ മതി, വലിയ തിരക്കൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. 10-11 മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാനും പിന്നെ വലിയവർക്കൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെയാണ് പിന്നത്തേക്ക് ആയാൽ മതി. അത്യാവശ്യം ധൃതി പിടിക്കേണ്ട ആവശ്യം. ഹലോ, ഗുഡ് മോർണിംഗ്. ചക്കയുടെ ഉണ്ടാക്കുക വേണോ? തനുക്കുഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഋഷിക്കുട്ടൻ എഴുന്നേറ്റോടാ? നീ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. ആരെഴുന്നേൽപ്പിച്ചേ? ഋഷിക്കുട്ടൻ കുഞ്ഞിനെയാണ് എഴുന്നേൽപ്പിച്ചേ? ഋഷിക്കുട്ടൻ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചോ? ഇല്ലേ? ആണോ? ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് അടുത്ത ആൾ എഴുന്നേൽപ്പിക്കും. തനിക്കുഞ്ഞാണ് പിന്നെ വലിയ കുഴപ്പമില്ല. ഋഷിക്കുട്ടനാണ് കിടന്ന് ബഹളം ഉണ്ടാകും, അതൊക്കെ പറഞ്ഞ് വിളിച്ച്. രാത്രി മുഖത്തിനോട്ട് ചിലപ്പോൾ അടി കൊടുക്കും, നല്ല അടി കൊടുക്കും താത്തിന്. രാത്രി ഋഷിക്കുട്ടൻ്റെ മേത്തുകൂടെയൊക്കെ ആയിരുന്നല്ലോ കാലിട്ടിട്ടുണ്ടായിരുന്നേ. 2 കാലും, ഒന്ന് തലയുടെ മുകളിലും ഒന്ന് അവൻ്റെ നെഞ്ചത്തും. അവന് ദേഷ്യം വന്നു. എന്നിട്ട് ചക്കയുടെ അടുപ്പത്ത് വെച്ചിട്ടേ നമുക്ക് കുറച്ച് മാങ്ങ പറിച്ചെടുക്കണേ. മാങ്ങ ഇവിടെ പറിക്കാൻ പറ്റുന്ന പോലെ കയ്യെത്തുന്ന സ്ഥലത്തുണ്ട്, എന്നുവെച്ചാൽ വാർക്കപ്പുറത്ത് കയറണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മാങ്ങ പറിച്ച് വെക്കണം. മാങ്ങ ഉണക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2-3 സെക്ഷനായിട്ട് കുറേശ്ശെ മാങ്ങ അരിഞ്ഞ് ഉണക്കിയായിരുന്നേ. ഇനിയും കുറച്ച് മാങ്ങ വേണം. ഇപ്പോൾ മാങ്ങ ആവുന്ന സമയത്തല്ലേ നമുക്കതൊക്കെ ഉണക്കി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഉണക്കി പിന്നീട് അച്ചാറിടാനായിട്ടാണ്. ഇപ്പം അച്ചാറിടാൻ അത് നോക്കുന്നില്ല, ഉണക്കി വെക്കാം. വെയിലൊക്കെ ഉള്ള സമയമൊക്കെ നോക്കിയിട്ട്. എന്നാൽ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് പറ്റുന്ന പോലെ വെയിൽ കിട്ടുമ്പോൾ ഒക്കെ ഉണക്കുന്നതേ. അപ്പോൾ പോയിട്ട് കുറച്ച് മാങ്ങ പറിക്കണം. മാങ്ങ പറിച്ച് ചൊനയൊക്കെ പോകാൻ വെക്കണം. ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. ഋഷിക്കുട്ടന് കുഞ്ഞത് മതിയോ? എത്ര കുഞ്ഞത്? അവൻ കഴിക്കുമോ എന്നറിയില്ല കേട്ടോ. ഇവർക്ക് 2 പേർക്കും ഋഷിക്കുട്ടനാണ് മധുരം വലിയ താല്പര്യമില്ല. പെണ്ണിനും അതെ, കുഞ്ഞിലായിരിക്കുമ്പോൾ മധുരം കഴിക്കാൻ ഇച്ചിരി ഇതായിരുന്നു. ഇപ്പോൾ പിന്നെ മിഠായിയൊക്കെ കഴിക്കും. പക്ഷേ ഈ നല്ല മധുരമുള്ള സാധനങ്ങളുണ്ടാവുമല്ലോ, ഈ മൈസൂർ പാക്ക്, ലഡ്ഡു, ജിലേബി, അങ്ങനത്തെ ഒന്നും കഴിക്കില്ലേ. ആദ്യത്തെ സെക്ഷൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പിന്നെ വെക്കാം. കയ്യെത്തുന്ന പോലെയുള്ള മാങ്ങയാണ് കേട്ടോ, നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നല്ല മൂത്ത മാങ്ങ നോക്കിയിട്ട് എന്നുവെച്ചാൽ ഒരു മൂപ്പ് പരുവമുണ്ട് കേട്ടോ. ആ പരുവത്തിനാണ് മാങ്ങ പറിച്ചെടുക്കുന്നത്. നമ്മൾ കുറേ കിളിച്ചുണ്ട മാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള കുറച്ച് മാങ്ങകൾ ആദ്യമേ കുറച്ച് ഉണക്കിയിട്ടുണ്ട് കേട്ടോ, ഉപ്പിലിട്ട്. ഇതെങ്ങനെ ഉണക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല കട്ടിയുള്ള തോലാണെങ്കിൽ ആ തോലങ്ങ് ചെത്തി കളയുവേ. ഒരുപാട് ചെത്തി കളയല്ല, ഒരുവിധം അങ്ങ് കരിന്തോല് ചെത്തി കളയും. ചെത്തി കളഞ്ഞത് പുളിയെടുത്തിട്ട് ഉപ്പിട്ടിട്ട് വെക്കും. അപ്പോൾ അതിൻ്റെ കുറേ വെള്ളം വരും കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് ഊറി വരുന്നതാണ് വെള്ളം, മാങ്ങയിൽ നിന്ന് ഇറങ്ങും വെള്ളം. അത് കഴിഞ്ഞിട്ട് ആ മാങ്ങ എടുത്തിട്ട് വെയിലത്തിട്ട് ഉണക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമുക്ക് കുറച്ചധികം വെയിലൊക്കെ കിട്ടിയേക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ആദ്യമേ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറേശ്ശെ ഉണക്കിയെടുക്കണം. വെയിൽ കുറവായതുകൊണ്ട് നോക്കിയിട്ടേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നല്ല ചൊനയുള്ള മാങ്ങയായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പറിച്ചുകൊണ്ട് പോയിട്ട് അപ്പം തന്നെ ചെത്താനായിട്ട് പറ്റില്ല. അപ്പോൾ പറിച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ചൊന പോവും. എന്നിട്ട് വേണം ഇത് ചെത്തി വൃത്തിയാക്കി എടുക്കാൻ. ഒരുപാട് ചൊനയുണ്ട് കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന മാങ്ങകളിലെക്കാട്ടിലും കൂടുതൽ ചൊനയുള്ളതായിട്ട് തോന്നിയേക്കുന്ന ഒരു മാങ്ങയാണിത്. കമ്പൊന്ന് പിടിച്ച് വലിച്ചാൽ നമുക്ക് കൈ എത്തും കേട്ടോ. ഇത് ഒരു വീടിൻ്റെ മുകളിലാണ്, നമ്മുടെ തൊട്ടിപ്പുറത്തുള്ള വീടിൻ്റെ മുകളിലാണ്. ഇവിടെ ആരുമില്ല, താമസക്കാരും. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവിടുത്തെ മാവും പ്ലാവും എടുത്തേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയുടെ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങനെ എടുത്താണ്. മാങ്ങ ഇപ്പോൾ നമ്മൾ ഉണക്കുന്നുണ്ട്. പിന്നെ ചക്കയാണെങ്കിൽ ചക്ക വരട്ടിക്ക് എടുക്കാം. ഇനി പുറകിലൊക്കെ പ്ലാവുണ്ട്. ഇപ്പോൾ 2 കൊട്ടം മാങ്ങയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മതി, ഇന്നത്തേക്ക് ഇത് മതി. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ടൊന്ന് കഴുകി വെക്കാം. ചൊനയുണ്ട്, അപ്പോൾ ഒന്ന് കഴുകി വെച്ച് വെള്ളം പോകുമ്പോഴത്തേക്ക് പിന്നെ ചെത്തി വൃത്തിയാക്കി എടുക്കാവേ. മാങ്ങയൊക്കെ പറിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് വെന്തിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് നേരം ആയല്ലോ. ഇപ്പോൾ ലാവിയൊക്കെ ഉണ്ട്, നല്ല ഇടനേഷയുടെ മണവും. വെന്തിട്ടുണ്ട്, എടുക്കട്ടെ. അയ്യോ ചൂട്.
ഇന്നലെ മഴയും പെയ്തു, മഴക്കാറും ആയപ്പോൾ കോട ഇറങ്ങുവാണേ. കുറേ കാലമായി എന്നുവെച്ചാൽ മഴയൊക്കെ മാറി പിന്നെ വെയിലും ചൂടും അങ്ങനെയൊക്കെ ആയിട്ടും കോടയൊന്നും മഴ ഒന്ന് ചാറിയാൽ പോലും കോട ഇറങ്ങില്ല. ഇത് കുറേ കാലത്തിന് ശേഷം ഒന്നും കോട ഇറങ്ങുന്നത്. കോട എങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. മാങ്ങ ചിലപ്പോൾ പണിയാവും കേട്ടോ. അരിഞ്ഞ് വെച്ചാൽ ചിലപ്പോൾ നാളെ ഇനി തെളിയുവാണെങ്കിൽ കുഴപ്പമില്ല. ഉച്ച കഴിയുമ്പോഴത്തേക്ക് തെളിഞ്ഞൊക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. നല്ല മൂടിയിട്ടു. അപ്പോൾ ചായയും ഒരാളെ ചക്കയുടെയും കഴിക്കാനിരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കോട ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. പക്ഷെ കഴിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഫുള്ളിപ്പോൾ കോടയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഇത് മൂടും കേട്ടോ. അപ്പോൾ ഇതായിട്ട് തന്നെ. അപ്പോൾ ആ മലയിൽ നിന്ന് നമുക്ക് എപ്പോഴും ആ സൈഡിൽ നിന്നാണ് കേട്ടോ കോട ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയതായിട്ട് കോടയായി തുടങ്ങി. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൊത്തം മൂടി കെട്ടും കേട്ടോ. ഒരു മഴ അങ്ങ് പെയ്യുവാണെങ്കിൽ ഈ കോട അങ്ങ് പോയിട്ട് തെളിയും. ചിലപ്പോൾ ഇനി നല്ല മഴ പെയ്യണേ. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറും. ഇത് ശരിക്കും ഇപ്പോൾ ഒരു മഴക്കാലത്തിൻ്റെ ഒരു ഇതായിട്ടോ. കാണുമ്പോൾ ശരിക്കും ഒരു മഴക്കാലം എങ്ങനെയാണോ അതുപോലെ തോന്നുന്നത്. ഇനി മഴ പെയ്യാനാണോ എന്ന് അറിയില്ലേ. അപ്പോൾ ഈ ഒരു കോടയുടെ ഒരു സ്പ്രേ ചെയ്യുന്ന പോലത്തെ ഒരു തുള്ളി ചെറുതായിട്ട് അങ്ങനെ വെള്ളമുണ്ട്. നമുക്കെന്തായാലും കറി ഇന്നെന്തായാലും പഴുത്ത മാങ്ങ കറി വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ തന്നെ ചേച്ചിയുടെ അവിടെ പോയിട്ട് മാങ്ങയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാങ്ങാക്കറി എല്ലാവർക്കും ഇഷ്ടമാണ്. ചക്കക്കുരുമാങ്ങ, മാങ്ങാക്കറി, മാങ്ങയുടേത്, ചക്ക, അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെ. ഇപ്പോൾ ചക്കയും മാങ്ങ സീസണായി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കുറച്ച് ആക്രാന്തം ഉണ്ടാവുമല്ലോ. അപ്പോൾ മാങ്ങ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാങ്ങാക്കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു, സിലോപ്പി. അപ്പോൾ അത് വെട്ടി വറക്കും വേണം. മാങ്ങാക്കറിയും വെക്കാം ഉച്ചത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ മാങ്ങ കുറച്ച് ചെത്തി നന്നാക്കാനുണ്ട്. പിന്നെ മഞ്ഞൾ രണ്ടാമത്തെ കുറച്ച് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്, അത് പാക്ക് ചെയ്യണം. പിന്നെ കുറച്ച് ഓർഗാനിക് ഏലക്ക കൊണ്ടുവന്നിട്ട് അത് പാക്ക് ചെയ്യണം. പിന്നെന്താ, മുളകൊക്കെ മഴ ഏകദേശം തുടങ്ങുന്ന സമയമായപ്പോൾ തന്നെ നമ്മൾ വേഗം കൊണ്ടിട്ട് മുളക് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മുളക് നമ്മൾ ഡ്രയറിൽ കൊണ്ടുപോയി ഉണക്കേണ്ടി വന്നു. ഒന്ന് അങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മുളക്, ഇപ്പോൾ ഈ പ്രാവശ്യത്തെ കാശ്മീരി ചില്ലി നമുക്ക് നേരത്തെ കിട്ടിയ പോലെ അത്ര എരിവ് കുറവില്ല കേട്ടോ. പിരിയൻ മുളകാണ് നോർമലി കാശ്മീരി ചില്ലി എന്നല്ലേ പറയുക. അപ്പോൾ അത് നേരത്തെ അത്ര പോലെ ഒരു എരിവ് കുറവ് തോന്നിയില്ല. നേരത്തെയാണ് നല്ല എരിവ് കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇച്ചിരി എരിവ് കൂടുതലാണ്. അപ്പോൾ നമുക്കിനി ഇടുമ്പോൾ മുളക് പൊടി ഇടുമ്പോൾ ഇച്ചിരി കുറച്ചിട്ട് വേണം ഇടാനായിട്ട്. ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളോട് മുളക് പൊടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മുളക് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ഈ എവിടെയെങ്കിലും പോകുന്നവരൊക്കെയാണ് കേട്ടോ കൂടുതൽ ചോദിക്കുന്നത്. പെട്ടെന്ന് നാട്ടിലോട്ട് വന്നിട്ട് പോവുക അങ്ങനെയൊക്കെ ഉള്ളവരാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാശ്മീരി ചില്ലി എന്നാൽ നമുക്ക് കുറച്ച് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു വെബ്സൈറ്റിൽ. ഒരുപാടൊന്നുമില്ല, കുറച്ച്. അപ്പോൾ എരിവ് കൂടുതലായതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ നോർമൽ മുളക് പൊടി കുറച്ച് ഇടണം വിചാരിച്ചു. അപ്പോൾ അതും ഒന്ന് പാക്ക് ചെയ്യണം. പിന്നെ പൊടിച്ചുകൊണ്ട് വന്നത് തണുക്കാൻ വെച്ചേക്കും. അതൊക്കെ ഇനി പൊതിഞ്ഞ് കെട്ടി സൂക്ഷിച്ചെടുത്ത് വെക്കണം. മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് തണുപ്പൊക്കെ ആയി എല്ലാം കേട് വന്നു. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് അതൊക്കെ എടുത്ത് വെക്കണം. ഇങ്ങനെ എന്തൊക്കെയോ കുറേ പടികളുണ്ട്. പോവാ, എടുക്കത്തൊന്നുമില്ല, നടക്കണം. ബാ. നമ്മുടെ ഈ മോൾ ഭാഗത്തായിട്ട് ഫോറസ്റ്റ് ഉണ്ട്. ആ ഒരു സൈഡിൽ നിന്നാട്ടോ ഇങ്ങോട്ട് കോട വരുന്നത്. അവിടെ നിന്നാണ് കൂടുതലും കോട വരിക. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് കാണാം കോട ഇറങ്ങി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറി വരുന്നത്. കാറ്റടിക്കുന്നതിനനുസരിച്ച് സ്പീഡിൽ ഇങ്ങനെ പോവും. വെള്ളമൊക്കെ ഒഴുകി പോവില്ല. അതുപോലെ ചിലപ്പോൾ നല്ല കട്ടയായിട്ട് വരും, ചിലപ്പോൾ കുറച്ച് വരും. അപ്പോൾ അത് അങ്ങനെയായിട്ട് വരിക, കാറ്റിനനുസരിച്ചിട്ട് വരും. അപ്പം നന്നായിട്ട് ഇങ്ങനെ കാറ്റടിച്ച് പോകുന്നുണ്ട് അങ്ങോട്ട്. പോവാം. കോട ഒരുപാട് അത്ര നമ്മൾ കൊള്ളുന്ന അത്ര നല്ലതാണ്. എന്ന് വെച്ചാൽ കോടയുള്ള സ്ഥലത്ത് നിൽക്കുന്ന അത്ര നല്ലതല്ല. പെട്ടെന്ന് നമുക്ക് ജലദോഷമൊക്കെ വരുന്നത് ഈ കോടയുള്ള സമയത്ത്. ഒരു അന്തരീക്ഷത്തിൽ മൊത്തം ഒരു ഈർപ്പോരും അങ്ങനെയാണല്ലോ. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ജലദോഷമൊക്കെ വരും. ഇത്രയും നാൾ വേനലും ഇതൊന്നും ഇല്ലാതെ നിന്നിട്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും ജലദോഷവും പനിയും തുടങ്ങും കേട്ടോ. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ. നടക്കടാ, ഉള്ളിപ്പോടാ. നമ്മൾ മാങ്ങ കറി വെക്കാനുള്ള മാങ്ങ എടുത്തേ. ചക്കയുടെ രണ്ടാമത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ വേകുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ കൊണ്ടുപോയിട്ട് അടുപ്പത്ത് വെക്കാം. ഇത് കുഞ്ഞ് മാങ്ങയാണേ. ഈ നാടൻ മാവില്ലേ അങ്ങനത്തെ അതിൻ്റെ മാങ്ങയാണ് കേട്ടോ. ഇപ്പോൾ ഇത് കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങോട്ട് നല്ല മധുരം എന്ന് പറയാനായിട്ടില്ലേ. മാവ് മൂക്കുമ്പോഴായിരിക്കുമല്ലോ മാങ്ങയ്ക്ക് നല്ല മധുരമൊക്കെ ആയി വരുന്നത്. അങ്ങനത്തെ കുറച്ചധികം എടുത്ത് കറി വെക്കുന്നുണ്ടേ. ഇവിടെ ചേച്ചിയുടെ അവിടെയുണ്ട് ഈ മാവ്. നമുക്കിവിടെ പൊതുവേ ഈ മാവ് കുറവാട്ടോ. നമുക്ക് ബാക്കിയുള്ള ഈ മൂവാണ്ടൻ, കോമാങ്ങ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ മാവുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എല്ലാവരുടെ പറമ്പിലും ഉള്ളതും ഈ മാവുകളൊക്കെ തന്നെയായിരിക്കും കേട്ടോ. പിന്നെ കിളിച്ചുകൊണ്ടനും ഉണ്ടാവും. പക്ഷേ ഈ നാട്ടുമാവ് ഉണ്ടാവുമല്ലോ താഴെ, ബാക്കി നമ്മുടെ പല സ്ഥലങ്ങളിലും പോയി നാട്ടുമാവ് ഉണ്ടാവില്ല, കുഞ്ഞു മാങ്ങയുടെ ഈ സൈസ് മാങ്ങ. നമ്മുടെ ഇവിടെ വളരെ കുറവാട്ടോ. ഈ മാങ്ങ ഫുള്ള് തോലൊക്കെ പൊളിച്ച് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ട് നീളത്തിൽ കീറിയിട്ട്.
ഇത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയില്ല, അതുപോലെയല്ല നമ്മളിവിടെ മാങ്ങ കറി എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത്. തൈര് ഒഴിക്കലില്ല. ഇനി ഒരു പ്രാവശ്യം തൈര് ഒഴിച്ച് വെക്കണമെന്നുണ്ട്. ഞാൻ അടുത്ത പ്രാവശ്യം വെക്കുമ്പോൾ തൈര് ഒഴിച്ച് വെച്ച് നോക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ 2-3 എനിക്ക് വലിയ മാങ്ങ കിട്ടിയിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടിരുന്ന് വേവട്ടെ. മാങ്ങ വെന്തില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ നന്നായിട്ടിരുന്ന് വേവട്ടെ. ഇതിൽ കുറച്ച് ചെറിയുള്ളിയും കൂടെ പൊളിച്ചിട്ടൊന്ന് അരിഞ്ഞിടുന്നുണ്ടേ. ഒരു ചുമന്നുള്ളി കുറച്ച് അരിഞ്ഞതും കൂടെ ഇതിലോട്ട് ഇടുന്നുണ്ടേ. നമ്മുടെ ഇവിടുത്തേതായ രീതിയിലുള്ളൊരു മാങ്ങാക്കറി കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ അവിടെ വെച്ചേക്കുന്ന ആ രീതിയിലാണ് വെക്കുന്നത്. ചുവന്നുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവട്ടെ. മതി. നമുക്കൊരു മുള്ളാത്തയ്ക്ക് കിട്ടിയിട്ടോ. കാന്താരി പറിക്കാനായിട്ട് പറമ്പിലേക്ക് വന്നതാണ്. ഇതിൽ മുള്ളാത്തയ്ക്ക് അത്യാവശ്യം ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു 2 വർഷമായിട്ട് ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതിന് മുന്നേ അങ്ങനെ ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കായ്ച്ചു തുടങ്ങി. പക്ഷെ നമുക്ക് കിട്ടലേ ഇല്ല കേട്ടോ. ഒന്നെങ്കിൽ എന്താ പറയുക, മയിൽ തിന്ന് പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കാണില്ല. പക്ഷേ എപ്പോഴും മയിൽ വന്ന് തിന്നുന്നതുകൊണ്ട് കിട്ടലേ ഇല്ല. നമ്മൾ വന്ന് അങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് പിഞ്ച് പറിച്ച് വെക്കണം. പിഞ്ച് പറിച്ച് ഭയങ്കര പുളിയായിരിക്കും. മൂത്ത് വരുമ്പോഴത്തേക്ക് അത് മയിൽ മൂത്ത് വരുന്ന സമയമാകുമ്പോൾ തന്നെ തിന്നും. നമ്മളിങ്ങോട്ട് നോക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ചിലതങ്ങനെ പഴുത്ത് വീണ് പോവുകയും ചെയ്യും. കാന്താരി പറിക്കാൻ വന്ന് നോക്കിയപ്പോഴായിട്ട് നന്നായിട്ടൊന്ന് പഴുത്ത് നിൽക്കുന്നു. നല്ല പഴുത്തു. താഴെ വീണായിരുന്നെങ്കിൽ പോയാൽ ഞാൻ തോട്ടി വെച്ച് പയ്യെ പറിക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോഴത്തേക്ക് കമ്പ് വളഞ്ഞു വന്ന് പിന്നെ കൈകൊണ്ടാണ് പറിച്ച്. നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു. ഇനി കാന്താരി പറിക്കട്ടെ. മാങ്ങ പറിച്ച് വെച്ചിട്ട് നല്ല മഴക്കാറാണ്. വെയിലൊട്ടുമില്ല, മൂടി കെട്ടി കിടക്കുക. അവിടെ മാങ്ങ അരിഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ വെച്ചേക്കുക. ഞാൻ അരിഞ്ഞ് ഉപ്പിലും കൂടി ഇട്ട് വെറുതെ കളയണ്ടല്ലോ. തെളിയുവാണെങ്കിൽ ചതയാതെ പറിച്ച മാങ്ങയല്ലേ, എല്ലാം നമ്മൾ കൈകൊണ്ടല്ലേ പറിച്ചേക്കുന്നത്. അത് തെളിയുവാണെങ്കിൽ ഇനി അരിഞ്ഞു വെക്കാം, അല്ലെങ്കിൽ അരിയുന്നില്ല കേട്ടോ. കാന്താരി ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള കാന്താരി ഉണ്ട്. കാന്താരി കായ് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അരിനെല്ലിക്ക് അച്ചാറിടുന്ന സമയത്ത് നമ്മുടെ പറമ്പിൽ നിന്നും അടുത്തു നിന്നൊക്കെ ഉള്ള കാന്താരി പറിച്ചിട്ട് ഇപ്പം അച്ചാറിൽ ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കാന്താരി ഇപ്പോൾ കുറവാണ്. 1-2 ചെടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാന്താരി ഇപ്പോൾ പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അധികം കിട്ടുന്ന കാന്താരി ഉണ്ടെങ്കിൽ നമ്മൾ വിനാഗിരിയിൽ ഉപ്പിലും ഇട്ട് വെക്കുക ചെയ്യാം. അതിലോട്ട് കൊണ്ടിടും കേട്ടോ. അധികം ഉണ്ടെങ്കിൽ പോട്ടെ. ഇനി വീട്ടിലോട്ട് ഇനി അരപ്പും കൂടെ അരച്ച് നമുക്ക് മാങ്ങക്കറിക്ക് ചേർത്ത് മീനും കൂടെ വറക്കാം. തേങ്ങ അരയ്ക്കാനെടുത്തേ മഞ്ഞൾപ്പൊടി, കാന്താരി, വെളുത്തുള്ളിയും ജീരകവും ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്ത അരപ്പൊടി ഇതിലോട്ട് ചേർക്കാം. ഉപ്പിട്ടിട്ടായിരുന്നു കേട്ടോ വേവിക്കാൻ വെച്ചത്. ഇപ്പോൾ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് കുറച്ച് നേരം കൂടി ഇരുന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്കൊന്ന് അരപ്പും പിടിക്കും. നല്ല ചൂടായിട്ടുണ്ട് അടുപ്പൊക്കെ, വേഗം ഇനി തിളച്ചോളും. നമ്മളിപ്പോൾ കറി തിളച്ച് ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി തണുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് കുറുകും. അപ്പോൾ പാകത്തിനാവും കേട്ടോ. ഇനി കടുകൂടെ ഒന്ന് വറുത്ത് ചേർക്കട്ടെ. കടുക് വറുത്തേ ഇത് ഒഴിക്കാൻ പോവാ. ഒരു അപ്പച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ അപ്പം ചൂടാ, നല്ലൊരു ചട്ടിയാണേ. വയലാട്ടപ്പെടുത്ത് കടുക് വറുത്തൊരു കുഞ്ഞു ചട്ടി. ഇനി മീനും കൂടെ വറക്കട്ടെ. ഇത് മീൻ വറക്കാനായിട്ട് പോവുകയാണേ. സിലോപ്പി, ഈ വളർത്തുന്ന സിലോപ്പി അങ്ങനത്തെ മീനാണ് കേട്ടോ ഇതിൽ വന്നു തന്നെ. അപ്പം അത് വാങ്ങിയതാണ് കേട്ടോ. ഡാമു മീനൊക്കെ ആയിരിക്കണം. കഴിക്കാനെടുത്തേ മാങ്ങാക്കറിയും മീൻ വറുത്തും പിന്നെ കുറച്ച് വെളുത്തുള്ളി അച്ചാറോടെ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം വെളുത്തുള്ളി അച്ചാറിട്ടെ. ഇപ്പോഴല്ല, ആദ്യമേ ആണെങ്കിലും ഇട്ടതും കുറച്ച് പകുതിയോളം നാടൻ വെളുത്തുള്ളിയും പകുതി അല്ലാത്ത നമ്മുടെ വലിയ വെളുത്തുള്ളിയില്ലേ അങ്ങനെ എടുത്തിട്ടാണ്. അപ്പോൾ ഈ വലിയ വെളുത്തുള്ളി നമ്മൾ എണ്ണയിലിട്ടൊന്ന് വാട്ടുന്ന സമയത്ത് എന്താ ഈ ആദ്യത്തെ വലിയ വെളുത്തുള്ളി അലുത്തുമ്പോൾ മറ്റേതിങ്ങനെ അലുക്കില്ല, അതിങ്ങനെ കട്ടിയായിട്ടും കിടക്കും. അപ്പം കുറച്ച് അലുത്തതുകൊണ്ടും കുറച്ച് അലുക്കാത്തതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് അച്ചാറിട്ട് കഴിക്കുമ്പോൾ നമ്മൾ നോർമലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
സൈസ് മാത്രമായിരുന്നു കേട്ടോ ഇതിലൊരു. ഇപ്പോൾ രണ്ടുമായിട്ട് ഇടുമ്പോൾ നല്ല രസമുണ്ട്. വെളുത്തുള്ളി അച്ചാറും കുറച്ച് എടുത്തിട്ടുണ്ട്. കഴിക്കട്ടെ. കാന്താരി പറിക്കാനായിട്ട് വന്നതാണേ. കാന്താരി ഇവിടെ പറമ്പിൽ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാന്താരിയുണ്ട്. അതിൽ പഴുത്ത് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള കാന്താരികളുണ്ട്. പിന്നെ കുറച്ചും ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇത് ഒത്തിരി നേരത്തെ നനവുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നല്ല മൂത്ത് നിൽക്കുന്നത്. നമുക്കിവിടെ ഈ കാന്താരി നിറയെ ഉണ്ടാവും. പക്ഷേ സീസൺ മഴ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാന്താരി ഉണ്ടാവുള്ളൂ. വെള്ളം ഇപ്പോൾ ഇത്രയും നാളും വേനൽക്കാലവും വരണ്ടോ ഉണങ്ങിയ കിടക്കുന്നുണ്ട് നമുക്ക് കാന്താരി ഇല്ലായിരുന്നു. ഒരുപാട് പേര് നമ്മളോട് കാന്താരി ഉപ്പിലിട്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. കാന്താരി ഉപ്പിലിട്ടത് കൊടുക്കാനില്ലാത്തത് നമുക്ക് ഈ വേനലായതുകൊണ്ടായിരുന്നു. നമ്മൾ കാന്താരി മുളക് ഉള്ളത് ഉപ്പിലിട്ട് വെച്ചിട്ട് അരിനെല്ലിക്ക അച്ചാറിലിടും കേട്ടോ. അരിനെല്ലിക്ക അച്ചാർ അത്യാവശ്യം നല്ലപോലെ കാന്താരി ഇടും. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. വടുകപ്പുളി അച്ചാറിലൊക്കെ കാന്താരി ഇട്ടാൽ നല്ലതാണ്. പക്ഷെ നമുക്ക് കാന്താരി ഇല്ലായിരുന്നു, കിട്ടാനില്ലാത്തതുകൊണ്ട് അതിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. ഈ കാന്താരി മുളകൊക്കെ നമ്മൾ ചെടിയിൽ നിൽക്കുമ്പോൾ പഴുത്ത് അല്ലെങ്കിൽ നല്ല മൂത്ത കാന്താരി പറിച്ചാൽ മാത്രമേ പിന്നീട് അതിൽ കാന്താരി ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കാന്താരി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പറിക്കണം, പറിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ ആവാനായല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ കാന്താരി ഇനി കിട്ടും കേട്ടോ. ഉപ്പിലിട്ട് കുറച്ച് ഉപ്പൊക്കെ പിടിക്കുമ്പോൾ ഉപ്പ് വിനാഗിരിയിലാണ് ഇട്ട് വെക്കുക കാന്താരി. അപ്പോൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാന്താരി മുളക് കൊടുക്കാം. കുറച്ച് സമയം എടുക്കും കേട്ടോ അന്ന് നമുക്ക് ആയി കിട്ടാനും. മഴയൊക്കെ ഒന്ന് പെയ്ത് ഒന്ന് മണ്ണൊക്കെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ആയി വരണം. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നല്ല മൂത്ത കാന്താരി കേട്ടോ, നല്ല എരിവുണ്ടാവും. നമ്മുടെ പറമ്പിലൊക്കെ കുറച്ച് കാന്താരി അവിടെ ഇവിടെയുള്ളതൊക്കെ നമ്മൾ ആദ്യമേ പറിച്ചിടുകയും ചെയ്തു. പിന്നെ നമ്മളൊരുവിധം കുറേ കറികൾക്ക് കാന്താരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ അരയ്ക്കുന്ന കറികളുണ്ടാവില്ല, മുളക് അരയ്ക്കുന്ന കറികളിലൊക്കെ കാന്താരി തന്നെയാണ് അരയ്ക്കും. ഇപ്പോൾ അവിയലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയുക ഈ പരിപ്പ് കറി അല്ലെങ്കിൽ പച്ചത്തേങ്ങ അരയ്ക്കുന്ന അങ്ങനത്തെ കറികളൊക്കെ ഉണ്ട്. ചക്കക്കുരു, മാങ്ങ, എല്ലാ കറികൾക്കും കാന്താരി തന്നെ എടുക്കുന്നത്. അതിനൊന്നും ശരിക്കും പച്ചമുളക് എടുക്കില്ല. പച്ചമുളക് കൂടുതലായിട്ട് എടുക്കുന്ന ഈ തോരൻ പോലെ വെക്കുക, അരിഞ്ഞിടുന്ന അങ്ങനത്തെ ഇതിനൊക്കെയാണ് കൂടുതലും പച്ചമുളക് എടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല കാന്താരി ചിലവുണ്ട്. നമുക്ക് കാന്താരി പറമ്പിൽ നിൽക്കുന്നതുകൊണ്ട്, പറമ്പ് മാത്രമല്ല നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ നടുന്നൊന്നുമല്ല, തന്നെ വരുന്നതാണ് കേട്ടോ. അത് ചിലപ്പോൾ ഒരു ചെടിയൊക്കെ കൊണ്ട് വെക്കും. അത് കഴിയുമ്പോൾ പിന്നെ അതവിടെ വീണ് അവിടെയൊക്കെ പരിസരത്തൊക്കെ ആവും. പിന്നെ ഈ കിളികളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഈ കാന്താരി പഴുത്ത കാന്താരി തിന്നിട്ട് വന്ന് അവിടെ ഇവിടെയൊക്കെ ഇവർ കാഷ്ടിക്കുമല്ലോ, അവിടെ സ്ഥലങ്ങളിലൊക്കെ പിന്നെ കാന്താരി മുളയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറമ്പിലൊക്കെ ആയിട്ട് ഉണ്ടാകുന്നത് കൂടുതലായിട്ട്. ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും കാന്താരി ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ അവിടെ ഒന്ന് നിർത്തും കേട്ടോ. ബാക്കിയെല്ലാം വെട്ടിക്കളയുകയാണെങ്കിലും അത് വെട്ടിക്കളയത്തില്ല. പറിച്ചെടുക്കണമെങ്കിൽ കുറേ സമയമുണ്ട് കേട്ടോ, നല്ല സമയമെടുക്കും ഇത്രയൊന്ന് പറിച്ച് വരുമ്പോഴത്തേക്ക്. പണ്ടൊക്കെ കാന്താരി കുറേ ആകുമ്പോൾ വീട്ടിൽ ചെടിയോടെ വെട്ടിയിട്ടോ, എന്ന് വെച്ചാൽ കാന്താരി ഇഷ്ടം പോലെ ഉണ്ടാവും, ചെടി വേണമെന്നൊന്നുമില്ല. നമ്മൾ ചെടിയോടെ വെട്ടി കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയി സമാധാനത്തിൽ പറിക്കുകയോടെ ചെയ്യുക. പക്ഷെ ഇപ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് കാന്താരി ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് അത്ര കാന്താരിയുടെ ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് നിന്നില്ല, പറിച്ചെടുക്കുക. ഇത് ഇത്രയും കാന്താരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ കാന്താരി ഇപ്പം നമ്മൾ നോർമലി നമ്മളൊരു അച്ചാറിടുക ഒരു 30 കിലോ അല്ലെങ്കിൽ ഒരു 35 കിലോ അത്രയാണ് ഒരുമിച്ചിടുക. പിന്നെ നമ്മളത് പാക്ക് ചെയ്ത് വെക്കും, ഓർഡർ വരുന്നതിനനുസരിച്ച് കൊടുക്കും. എല്ലാം ഒരുമിച്ചൊന്നും പോകില്ല കേട്ടോ, അത് കുറേ ദിവസങ്ങളെടുത്തിട്ട് പോവുക. അച്ചാറിട്ട് പിന്നെ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇട്ട് വെക്കുക ചെയ്യുക. പക്ഷെ അതിന് ഈ കാന്താരി മതിയാവില്ല കേട്ടോ, അതിന് ഒരുപാട് കാന്താരി വേണം. ഇതിട്ട് കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളത് നന്നാക്കി വൃത്തിയാക്കി ഇതിൻ്റെ ചപ്പും ഇതിൻ്റെ ഇലയും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി ഒന്ന് കഴുകണം. കഴുകിയിട്ട് പിന്നെ ഉണങ്ങിയതിന് ശേഷം വേണം കുപ്പിയിലിടാനായിട്ട്. അപ്പോൾ ഈ ഇലയൊക്കെ മാറ്റി കഴുകി വെക്കാം, കഴുകി വെള്ളം പോകാനായിട്ട് വെക്കാം. വെള്ളം നന്നായിട്ട് പോയി ഒന്ന് മുളക് ഉണങ്ങണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി വെക്കണം, എന്നാലും ഇത് ഉണങ്ങി കിട്ടത്തുള്ളേ. വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് കുറേ പഴുത്തുണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്കിവിടെ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് നിറയെ ആവും കേട്ടോ. നമുക്ക് ആ സമയം വരെ അത്രയും നാളത്തേക്കും അച്ചാറിടാനുള്ളത് നമുക്ക് എവിടെന്നേലൊക്കെ ഒന്ന് സംഘടിപ്പിച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് ആയിക്കോളുവേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാന്താരി എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയി അപ്പം തന്നെ പറിച്ചെടുക്കുക. ഒട്ടും ഒന്നുപോലും കളയാതെ കിട്ടുന്നതൊക്കെ പറിച്ചെടുക്കുകയാണേ. 2 മാസം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ആയിക്കോളും. എല്ലാ പറമ്പിലും കാന്താരി അവിടെയൊക്കെ. ഈ
ചക്ക വരട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചക്ക അവിടെ ഇവിടെയൊക്കെ ഫസ്റ്റ് ആദ്യമേ ഉണ്ടായ കുറച്ച് ചക്കയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചക്ക ഇട്ട് വെക്കണം. അപ്പോൾ അതൊന്ന് നോക്കണം ചക്ക പോയിട്ട് ഇനി ഒരു 10-20 ചക്കയെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെ അല്ല കേട്ടോ, ഇവിടെ അടുത്തുള്ള പറമ്പുകളിൽ നിന്നൊക്കെയാണ്. അല്ലേ ചക്കയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറമ്പിൽ തന്നെ കുറേ പ്ലാവും സ്ഥലങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ 2-3 ഏക്കർ സ്ഥലങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇവിടെ അങ്ങനെ ഉണ്ട്. 1.5 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ഈ പറമ്പിൽ കുറേ പ്ലാവും ഉണ്ടാവും. വലിയ നല്ല ചക്കയൊക്കെ നോക്കിയിട്ടായിരിക്കും കൂടുതൽ പുഴുങ്ങാനും കഴിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത്. അതിൽ ചെറിയ ചുള അല്ലെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത ചക്ക അങ്ങനത്തെയൊക്കെ കുറേ ഒഴിവാക്കിയിട്ടുണ്ടാവും, എടുക്കില്ല. അതിൽ തന്നെ ഏറ്റവും നല്ല പറമ്പിൽ ഏതാണോ ഏറ്റവും നല്ല ചക്ക അതായിരിക്കും എല്ലാവരും എടുക്കുന്നത്. ബാക്കി ചക്ക അങ്ങനെ തന്നെ പറമ്പിലുണ്ടാവും കേട്ടോ. അപ്പം ഇന്ന് പോയിട്ട് ചക്ക നോക്കി വെക്കണം, എന്നിട്ട് നാളെ പറ്റുവാണെങ്കിൽ പോയി ഇടണം. അപ്പോൾ ഇതൊന്ന് നന്നാക്കിയൊക്കെ വെച്ചിട്ട് ചക്ക നോക്കാൻ പോകാൻ. ഇത് കഴുകിയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒന്നൊന്ന് വെള്ളം പോകാനായിട്ട് ഇടട്ടെ. കുറേ കാന്താരി ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ പണിയൊക്കെ എളുപ്പമായിട്ട്. ഇത് കുറേശ്ശെ കിട്ടുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ വൃത്തിയാക്കി കുറേശ്ശെ കഴുകി വെള്ളം പോയി പിന്നെ അതെടുത്ത് ആ കുപ്പിയിലിട്ടിട്ട് അങ്ങനെ വെക്കണം. ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഞാൻ വേഗം അത് പൊട്ടിച്ചു. എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു കൊറിയർ ഈ ചാക്കിൽ ഇങ്ങനെ വന്നേക്കുന്നത് എവിടെ നിന്നാണ് വന്നേക്കുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെ വരാനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ ഞാൻ വേഗം എടുത്ത് പൊട്ടിച്ചു. ഇത് ആസാമിൽ നിന്ന് വന്ന കൊറിയറാണേ. അണ്ണൻ അയച്ചേക്കുന്നത് അവിടെ നിന്ന്. അണ്ണനിപ്പോൾ ആസാമിലാണുള്ളത്. ഈ ആസാം ചായക്ക് ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ എന്നോട് എപ്പോഴും പറയും കേട്ടോ, അവിടെ ആ ചായ ഉണ്ട് ഈ ചായ ഉണ്ട്. ചായപ്പൊടിയിൽ ആപ്പിൾ ഇട്ടിട്ടുള്ളതുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ എന്തൊക്കെയോ ഫ്ലേവറായിട്ടുള്ള ചായപ്പൊടിയുണ്ട് എന്നൊക്കെ എപ്പോഴും പറയുവേ. എന്നിട്ട് എനിക്ക് കുറേ വാങ്ങി അയച്ചു തന്നേക്കുന്നതാണ് കേട്ടോ ചായപ്പൊടികൾ. നല്ല അടിപൊളി ചായപ്പൊടിയാണ്, എന്താ പറയുക, നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇവിടത്തെയൊക്കെ ചായപ്പൊടി ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ചായപ്പൊടിയിൽ നിന്ന് കളർ ഇളകുമല്ലോ. അത് ശരിക്കും അതെന്തോ മിക്സാണ്. അത് അവിടെ ചായക്കടക്കാരൻ പറഞ്ഞ കേട്ടോ, ഇത് നല്ല ചായപ്പൊടി. അണ്ണനും പറഞ്ഞു അങ്ങനെ നമ്മുടെ അവിടുത്തെ പോലെ അങ്ങനെ കളറ് പെട്ടെന്നൊന്നും ഇളകത്തില്ല, അത് തിളച്ച് നന്നായിട്ട് വന്നാൽ മാത്രമേ നല്ല ടേസ്റ്റൊക്കെയാണെന്ന് പറഞ്ഞിട്ടേ. ഇതിൽ കുറേ ചായ നമ്മൾ സാധാ നമ്മുടെ കട്ടൻ ചായ വെച്ച് കുടിക്കണം, അത് അപ്പോഴാണ് നല്ലത്. ചിലത് പാൽ ചായയിലിട്ടാലും കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞു കൊട്ടയിലൊക്കെ ആയിട്ട് അവിടെ കുറേ ഉണ്ടെന്നാണ് ഇങ്ങനെ നല്ല കൊട്ടയിലൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. വെച്ച് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ ഇതിൻ്റെ അകത്ത് ആപ്പിൾ ടീ ഏതാണ്. ആപ്പിളിൻ്റെ ഒന്നും കണ്ടില്ല. ഇത് കണ്ടോ, ഇത് വന്നിട്ട് നമ്മുടെ ശംഖുപുഷ്പം ആ പൂവിൻ്റെ ചായയാണ്. ഇത് ഓർഗാനിക് ഗ്രീൻ ടീ. ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതൊക്കെ എങ്ങനെയുണ്ട്, ചായ വെക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത്. ഇതിനകത്ത് ഏതോ ഈ ആപ്പിളിൻ്റെ കഷ്ണമൊക്കെ ഉള്ള ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏതാണെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ കണ്ടില്ല ഇതിലൊന്നും. നമ്മുടെ ഇവിടെയും ചായം തേയില തോട്ടങ്ങളുണ്ട്. നമ്മുടെ അട്ടപ്പാടി ഒരു സൈഡിൽ, തമിഴ്നാട് അല്ലെങ്കിൽ ഒരു സൈഡിലായിട്ടാണ് ഉള്ളത് കേട്ടോ. അവിടെ പോയി നല്ല ചായപ്പൊടി കിട്ടും. അവിടെ പോകുമ്പോൾ നല്ല ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് വരാറുണ്ട്. പിന്നെ ഈ കാപ്പിപ്പൊടി നമുക്ക് നോർമലി പിന്നെ നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതുകൊണ്ട് കാപ്പിപ്പൊടി നമ്മുടെ വീട്ടിലത്തെ കാപ്പിപ്പൊടി തന്നെയാണ് കേട്ടോ. ആ മുളകിൻ്റെ പണി കഴിഞ്ഞ് ഈ മുളകിൻ്റെ പണിക്ക് വന്നേ. ഇത് കുറച്ച് മുളക് പറിച്ചിട്ട് പോകാൻ വേണ്ടി വന്നായിരുന്നു. കാശ്മീരി ചില്ലി പഴുത്ത് വെപ്പുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പറിച്ചിട്ട് ഉണങ്ങാനിടാൻ. ഇതിൻ്റെ ഇടയിൽ കൂടെ പഴുത്ത് അപ്പം തന്നെ ഞങ്ങൾ പറിച്ചിടുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ പഴുക്കുന്ന ഇടുന്നുണ്ട്, വെയിലത്ത് ഉണങ്ങാനായിട്ട് ഇടുന്നുണ്ട്. നമുക്ക് ഈ മുളക് ചമ്മന്തി അങ്ങ് ഉണ്ടാക്കാൻ നല്ലതാണ്, നല്ല കളറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. മുളക് ഒട്ടും എരിവുമില്ല, അടിപൊളിയാണ്. ഇപ്പോൾ ഉണങ്ങാൻ അവിടെ ഇടുന്നുണ്ട്. ഇനി മഴയൊക്കെ ആയ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു തെളിച്ചം പോലെയുണ്ട്, അത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് മാറുവേ. ഒരു വൈകുന്നേര സമയമാകുമ്പോൾ രാവിലെ സമയമാകുമ്പോഴും നല്ല കാലാവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്കുള്ള സമയമാണ് മൂടിക്കെട്ടി നിൽക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒന്നും ഉണങ്ങാനിടാനും പറ്റത്തില്ല, ഒന്നിനും പറ്റാത്തൊരു കാലാവസ്ഥ. തുണി പോലും ഉണങ്ങി കിട്ടത്തില്ല. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ തുണി ഉണക്കലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ഒരു ഷെഡ് പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി സൈഡിൽ ഉണക്കാനിട്ടാലും കാറ്റ് വന്ന് മൊത്തം നനയ്ക്കും. അതുമല്ല, ഇനി കാറ്റില്ലയെന്ന് വെച്ചാൽ കോട കാരണം മൊത്തം മൂടിക്കെട്ടി കിടക്കുമ്പോൾ ഇട്ടാൽ പോലും ഉണങ്ങത്തില്ല.
ഈ സമയത്ത് കാറ്റുണ്ടാവില്ല കേട്ടോ, ഈ കോടയായിരിക്കും, കോടയുടെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഇനി അത് കഴിഞ്ഞ് ഈ ഒരു ഇപ്പോഴത്തെ ജൂൺ മാസം ഈ സമയത്തൊക്കെ മഴ കഴിഞ്ഞാലേ പിന്നെ കാറ്റ് തുടങ്ങത്തുള്ളൂ. കൊച്ചിനെ സ്കൂളിലൊക്കെ വിടാൻ തുടങ്ങുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട്. നല്ല വലിപ്പമുള്ള മുളകാണെങ്കിൽ ഇതുണ്ട്, ഇതുപോലെ വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലും വലിപ്പമുള്ള മുളകുകൾ ആദ്യ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, നല്ല വലിപ്പം ഉണ്ടാവും കേട്ടോ. ഇനി ചില ചെടികളിലൊക്കെ ഇപ്പം കുറേ പഴുത്ത് കഴിയാറായാലൊക്കെ ചെറിയ മുളകുകളും ഉണ്ടാവുന്നുണ്ട്. കുറേ പേര് ഇതിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ വിത്ത് നമുക്ക് ഈ വിത്ത് ഇങ്ങനെ എടുത്തിട്ട് അതെന്തോ ഒരു ഇതിലേക്ക് മുക്കി വെക്കും, കേട് ഇരിക്കാനൊക്കെ ആയിട്ടേ. അതെന്തിലും മുക്കണ്ടേന്നുള്ളതൊന്നും അറിയത്തില്ല, അതിനെ പിന്നെ അന്വേഷിച്ചിട്ടുമില്ല ഇതുവരെ. ഒരുപാട് പേര് ചോദിക്കുന്നുമുണ്ട് ഇതിൻ്റെ വിത്ത്. നോക്കട്ടെ കേട്ടോ, പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇത് ഉണക്കിയിട്ട് എങ്ങനെയാണ് ഉണക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഉണക്കിയിട്ട് അതിൻ്റെ വിത്തെടുത്ത് തരാവേ. വിത്തെടുത്ത് അപ്പം തന്നെ തോന്നുന്നു ഇതിങ്ങനെ മുക്കി വെക്കണം തോന്നുന്നുണ്ട്. നല്ല മുളകാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ, നോക്കിയിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാവേ. പിന്നത്തെ വീഡിയോയിൽ എപ്പോഴേലും ആയിട്ട് പറയാം. ചായ വെച്ചേ, ശംഖുപുഷ്പത്തിൻ്റെ ചായ കേട്ടോ വെച്ചത്. ഇതിൻ്റെ കളറ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കളറ്. നമുക്ക് ആ പൂവിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. കുറേ പൂവുണ്ട് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ചായപ്പൊടിയുടെ തേയിലയുടെ ഇലയും ഉണ്ട്. അതും നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്ക് ഒരു തേയില ഇലയുടെ പകുതിയോളം വലുപ്പമുണ്ട് കേട്ടോ. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ശംഖുപുഷ്പത്തിൻ്റെ. വെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട് ഇതിൻ്റെ. ചായ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാൻ. ഞാൻ പൊതുവെ ചായ മധുരം ഇടാണ്ടാട്ടോ കുടിക്കുന്നത്. കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും മധുരം ഇടാണ്ടാണ് കുടിക്കുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ മധുരം ഇടുമ്പോൾ സാധാ കട്ടൻ ചായ കുടിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഈ ഇത് കുടിക്കുമ്പോൾ. ഇനി കുടിച്ചിട്ട് കുറച്ച് ചോളം കുടിക്കാനുണ്ട്, അത് കുടിക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഇത് ഈ കാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്ന നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കാട്ടിലൊക്കെ ഉണ്ടാവുന്ന വലിയ തേൻ്റെ അടയാണ് കേട്ടോ. ഇതൊരു ചേട്ടൻ നമുക്ക് എടുത്തു തന്നതാണേ. ഇതിൽ ആ അട അങ്ങനെ കൊണ്ടുവന്നേക്ക് പിഴിയാതെ. സാധാരണ ഇത് കൊണ്ടുവരുമ്പോൾ പിഴിഞ്ഞിട്ടാണ് കൊണ്ടുവരിക, ഇത് പിഴിയാണ്ട് കൊണ്ടു തന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തേനാണ്, തേനിൻ്റെ അടയാണിത്. ഇതിൻ്റെ അകത്താണ് ഈ ബീ വാക്സും ഇതിൻ്റെ പുറമെയുള്ള മെഴുകും നോർമലി ഉള്ള വെള്ളമൊക്കെ ആയിട്ടുള്ള നല്ല കട്ട തേന് ഒഴുകുന്ന കാണുന്നുണ്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ തേനാണേ, നിറഞ്ഞിരിക്കുന്നുണ്ടോ, ഫുള്ള് തേനാണേ. അങ്ങനെ വലിയ വലിയ മരത്തിലൊക്കെ കയറിയിട്ടാട്ടോ എടുക്കും, ഒരുപാട് വലിയ മരത്തിലൊക്കെ കയറിയിട്ടാണ് ഈ തേൻ എടുക്കുന്നത്. നല്ല ബുദ്ധിമുട്ട് എടുക്കാനായിട്ട്. ഇതിൽ തന്നെ ഈ പൊത്ത് തേൻ, ആ തേൻ, ഈ തേൻ എന്നൊക്കെ പറഞ്ഞ് എന്താ ചെറിയ ഈച്ചയുടെ തേനുണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള തേനുകളുണ്ട്. ഇതിലൊരു സൈസ് തേനാണ് കേട്ടോ ഇത്. ഇതുണ്ട്, ഈ തേന് നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള എടുത്താലും കുറച്ച് ലൂസായിരിക്കും അത്. ഇത് പ്രോസസ്സ് ചെയ്തുമ്പോൾ ഭയങ്കര തിക്കാവും, അത് ലൂസായിരിക്കും. ഇപ്പോൾ ഈ തേൻ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ തരുന്നത്, പ്രോസസ്സൊന്നും ചെയ്യാതെ. ഇതിന് നോർമലി ഉള്ള തേനിലെപ്പോഴും ബി വാക്സും ഉണ്ടാവും, വല്ല വെള്ളം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പൂമ്പൊടിയൊക്കെ ഉണ്ടാവും. അത് അങ്ങനെയാട്ടോ നമ്മൾ തരുന്നത്. ഇതങ്ങനെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ തേനിൻ്റെ അട. നല്ല മധുരമുണ്ടേ. ഇപ്പോൾ നമുക്ക് വരുന്ന തേനൊക്കെ ഒരു ഏതോ ഒരു പൂവിൻ്റെ ഒരു മണമുണ്ട്, കയ്പുമുണ്ട്. കയ്പുള്ള തേൻ നല്ലതാണെന്നാണ് പറയുന്നത് ഇവിടെ ഉള്ളവരൊക്കെ, പ്രായമുള്ളവരൊക്കെ പറയുന്നത്. അത് ഈ ഞാവൽപ്പൂവൊക്കെ പൂത്ത സമയത്തുള്ളത് നല്ല തേനാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള തേൻ മൊത്തം ആ ഒരു തേൻ, പക്ഷേ ഇതിന് ആ ഒരു കയ്പൊന്നുമില്ല കേട്ടോ, കയ്പുമില്ല, ആ പൂവിൻ്റെ മണവുമില്ല. ഈ തേനുണ്ടല്ലോ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുക ചെയ്യുക. പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ പൂമ്പൊടിയൊക്കെ ഉണ്ട്. ആ പൂമ്പൊടിയൊക്കെ ആകുമ്പോഴത്തേക്ക് കളർ ചെറിയൊരു വ്യത്യാസം വരും. അപ്പം ഞാൻ നേരത്തെ കഴിച്ച തേൻ മാത്രം ആയതുകൊണ്ടാണ് എനിക്ക് പൂവിൻ്റെ മണം കിട്ടാതിരുന്നത്. നമ്മളിത് അല്ലാതെ ഉള്ള കുറച്ച് ഭാഗം കഴിച്ചപ്പോഴേ ഒരു പൂവിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല മധുരമാണ്, ആ പുളിയും കഴിപ്പൊന്നുമില്ല. ഞാൻ കുറച്ച് കഴിച്ചത് തേൻ ഒരുപാട് കഴിച്ചാൽ നമുക്ക് ഈ വയറരിച്ചിലും നെഞ്ചരിച്ചിലും ബുദ്ധിമുട്ടുകളുണ്ടാവും. കണ്ടപ്പോൾ ഒരു ആവേശം കയറി കുറച്ച് കഴിച്ചു. ഇങ്ങോട്ട് എടുത്തു വെക്കട്ടെ. കുറച്ച് ചോളം ഒടിക്കാനായിട്ട് പോകണം, ഞാൻ കുളിക്കട്ടെ, കുളിച്ചിട്ട് പോയിട്ട് ചോളം ഒടിച്ചിട്ട് കുറച്ച് ചോളം ഒടിക്കാനായിട്ട് വന്നതാണേ.
രാത്രിക്ക് ചോളം പുഴുങ്ങാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് പുഴുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂത്ത് തുടങ്ങിയാൽ നല്ല മൂത്ത് അങ്ങനെ നിർത്തിയിട്ട് അതിൽ ഒരുപാട് മൂക്കാത്ത നോക്കിയിട്ട് ഒടിച്ചെടുക്കുവാണ്. മൂത്ത് നമുക്ക് കൊണ്ടുപോയി പൊടിക്കാം. അത് ഒന്ന് മൂത്തത് ഒരുവിധം നന്നായിട്ടായി കഴിയുമ്പോൾ അത് കൊണ്ടുപോയിട്ട് ചോളം എടുത്ത് പൊളിച്ച് വെയിലത്തിട്ട് ഉണക്കി പിന്നെ അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പൊടിച്ചെടുക്കണം. മൂത്ത് മാത്രം ഇപ്പോൾ പറിച്ചെടുക്കുക, മൂക്കാത്ത മാത്രം പറിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് പോയത് പറിച്ചെടുക്കുന്നില്ല. നല്ല മൂത്താണെങ്കിൽ പുഴുങ്ങി കടിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ വായൊക്കെ ഇവിടെയൊക്കെ വേദനിക്കാൻ തുടങ്ങും, നല്ല മൂത്തത് മാത്രമാണെങ്കിൽ. ഋഷിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോളം. അവന് രാവിലെ രാത്രിയൊക്കെ കഴിച്ച് അവിടെ ഇവിടെയൊക്കെ ഇടുന്നതിന് രാവിലെ വരുമ്പോൾ തന്നെ അത് കാണിച്ചു തരും ചോളത്തിന് വേണ്ടിയിട്ട്. അവന് ചോളം ഭയങ്കര ഇഷ്ടമാണ്. തനിക്കുഞ്ഞ് കഴിക്കുമായിരുന്നു, ഇപ്പം ഇച്ചിരി മടിയായിട്ടുണ്ട് ചോളം കഴിക്കാനായിട്ട്. പിന്നെ പിഞ്ച് വേണം നോക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു മരമുണ്ടേ, മരത്തിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ചോളം നിൽപ്പുണ്ട്. അത് നമ്മൾ അവസാനമായിട്ട് ഇട്ട് വന്നപ്പോൾ ലാസ്റ്റ് ആയ ഭാഗം, അപ്പോൾ ഇത്തിരി മൂപ്പ് കുറവ് കൂടെയുണ്ട്. അപ്പോൾ ഇത് കേട്ടോ ഒടിച്ചെടുക്കുന്നത്, കൊണ്ടുപോയിട്ട് പുഴുങ്ങാൻ വെക്കാം. ഇതൊന്നും ഒരുപാട് വലുപ്പമില്ല കേട്ടോ, കുഞ്ഞ് ചോളമാണ്. നമുക്ക് അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ചോളത്തിൻ്റെ. മണി തന്നെ ഇല്ല. വേണ്ടോ 1 2 3 4 5 ചോളം മണി മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇത് ഋഷിക്കുട്ടനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുറേ നേരം കടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ഇതിൻ്റെ അകത്ത് കുഴപ്പമില്ല, കുറച്ചുകൂടെ ഉണ്ട്. അവസാനമായത് പിന്നെ ഒരു എന്താ പറയുക, മുരടിച്ച് നിൽക്കില്ലേ, അതേപോലെയൊക്കെ നിന്ന് ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ടായിരിക്കും ഇങ്ങനെ നിന്നിട്ടുണ്ടാവുക. അതുകൂടെ ഒന്ന് ഒടിച്ചെടുക്കട്ടെ. ചോളം ഒടിക്കുമ്പോഴേ അതിൻ്റെ മറ്റേ മുടിയില്ലേ, ചോളത്തിൻ്റെ മുടി, ഇതൊരു റെഡ് കളറ് കുറച്ചുകൂടെ അങ്ങ് ആയി കഴിയുമ്പോൾ തന്നെ ഒടിച്ചെടുക്കണം കേട്ടോ. അതാണ് എപ്പോഴും നല്ലത്. ഒരുപാട് മൂത്ത് പോയാൽ കറക്കും. ചോളം മൂത്തോന്നറിയാനുള്ള ചെറിയൊരു ടെക്നിക്കാണ് അത്. വൈകുന്നേരമായപ്പോൾ നല്ലൊരു കാറ്റ് മലകളിലൂടെ ഇങ്ങനെ വരുന്നു. ഇവിടെ വൈകുന്നേരം വന്നിരിക്കുന്ന നല്ല രസമാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ആനയുടെ ശല്യമൊന്നുമില്ല. പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ മാത്രം ഈ മലയുടെ മുകളിൽ കൂടെ ആന വന്നു പോകും. അത് വേറെ ശല്യം അങ്ങനെയൊന്നുമില്ല. മുകളിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങനെ മലകളാണ് കേട്ടോ, നിറയെ മലകളാണ്. മുകളിലൊക്കെ റിസോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം. അതിൻ്റെ ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ ആ സൈഡിലായിട്ട് ആനിങ്ങനെ വന്ന് വാഴയൊക്കെ തിന്നും. അത് ഈ വേനൽക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചോളം ആയിട്ടോ. ഈ ആന വരുന്നത് വെച്ചാൽ നമ്മുടെ ഈ മലയുടെ അവിടെ അല്ലെങ്കിൽ തൊട്ടടുത്ത മല അങ്ങനെയല്ല കേട്ടോ, അത് കുറേ ദൂരെയാണ്. പക്ഷേ എന്നാലും പേടി നമുക്ക്. ആനയല്ലേ, ആനയൊക്കെ ഒരു മരത്തിൻ്റെ മറവിൽ നിന്നാൽ പോലും കാണത്തില്ല. അത് ആനയുടെ പ്രത്യേകത. റിസ്ക്കാണ്. ഇച്ചിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു മഴയൊക്കെ അങ്ങ് പെയ്ത് ഇതായി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല കേട്ടോ ഇങ്ങോട്ട്. എൻ്റെ മുകളിലൊരു കുഞ്ഞൊരു ഷെഡ് വെക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇതെല്ലാം എന്തെങ്കിലുമൊക്കെ രാവിലെയൊക്കെ ആണെങ്കിലും വന്ന് തിന്നിട്ട് ഒരാളും എന്തെങ്കിലും കൊണ്ട് ഇത്ര പ്രശ്നമില്ല. ചെറിയൊരു ഷെഡ് വെച്ചിട്ട് നമുക്ക് കിടക്കാൻ പറ്റുന്നതെങ്കിലാണെങ്കിലും വെച്ചിട്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ അത്ര ശല്യം ഉണ്ടാവില്ല ഇതുങ്ങളുടെയാണ്. പക്ഷെ ഇവിടെ ചെയ്യൽ ഇച്ചിരി പാടാം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. ഇത്രയും കിട്ടിയിട്ടുണ്ടേ. ഇനി പോട്ടെ, പോയിട്ട് നമുക്ക് പൊളിച്ചത് അടുപ്പത്ത് വെക്കാം. മുള്ളൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. കാട് ഇടയ്ക്ക് മഴ കിട്ടിയതിൻ്റെ മുക്കാനായിട്ടൊക്കെ ഇട്ടിട്ട് വന്ന കാലൊക്കെ മുള്ളു വലിയും ഫുള്ള്. ഇതൊരു വല്ലാത്ത മുള്ള, പടരും വല്ലാണ്ട് വേഗം. ചോളമൊക്കെ കൊണ്ടുവന്നിട്ട് ഒടിച്ച് പുഴുങ്ങിയിട്ടോ കഴിക്കാനെടുത്ത്. ചൂടുണ്ടായിരുന്നു, ഇപ്പം തണുത്തു. കുറച്ച് തണുപ്പുണ്ട്. വൈകുന്നേരമൊക്കെ ആയപ്പം ഒരു മഴയുടേതായ ഒരു ലക്ഷണങ്ങളൊക്കെ വന്നിട്ട് മൊത്തത്തിൽ ഒരു തണുപ്പുണ്ട്. നമുക്ക് ഈ സമയത്ത് പുറത്തിരിക്കുമ്പം വീടൊന്ന് ചെറിയ ചൂടാകുമ്പോൾ പുറത്തിങ്ങനെ ഒരു ചെറിയൊരു തണുപ്പ് വരുള്ളൂ. പക്ഷെ ഇതിപ്പോൾ കുറച്ചുകൂടെ മഴയുടേതായ ഒരു തണുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് മഴയൊക്കെ തുടങ്ങുമ്പോഴാണ് ജലദോഷവും ബുദ്ധിമുട്ടൊക്കെ തുടങ്ങുക. ചോളമൊക്കെ വെച്ചിട്ട് കിടക്കുക കേട്ടോ. ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.